ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പക്ഷേ തുടങ്ങണേന് കുഴപ്പമില്ല. എനിക്ക് ആകെയുള്ളൊരു സങ്കടം, നമ്മുടെ സർവൈവൽ വേൾഡ് പോയി. എന്തോ ഒരു കാരണം കൊണ്ട് അത് ക്രാഷായി. വേൾഡ് തുറക്കാൻ പറ്റണില്ല, എന്തൊക്കെയോ പറ്റി. ഞാൻ ലാസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ CMU വേർഷൻ 2 എടുക്കുകയാണ്. സാധാരണ സർവൈവൽ തന്നെ. പക്ഷേ ഇപ്രാവശ്യം ഒരു ഡിഫറൻസ്, ബോണസ് ചെസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇൻ കേസ് ഒരു ബോണസ് ചെസ്റ്റ്. അപ്പോൾ നമുക്കൊരു 10 സെക്കൻഡ് വേണം. 10 സെക്കൻഡ് സൈലൻസ്, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് സൈലൻസ് ഫോർ ദ വേൾഡ്. സ്റ്റാർട്ട്സ് നൗ. മതി, ഇത്രയൊക്കെ മതി. ആ വേൾഡ് അല്ലെങ്കിൽ അത്ര ഗുണമൊന്നുമില്ലായിരുന്നു. എൻ്റെ അമ്മ ശ്വാസം മുട്ടണ്. അപ്പോൾ ഓക്കെ, വേൾഡ് ഒന്ന് ലോഡ് ആവട്ടെ ഗൈസ്, ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ ഗൈസ്, നമ്മുടെ വേൾഡ് ലോഡായിട്ടുണ്ട്. നമ്മുടെ ബോണസ് ചെസ്റ്റിനകത്തുനിന്ന് കൊണ്ട് അപ്പോൾ നമുക്ക് വുഡ് എടുക്കണം. പക്ഷേ ഇപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റോൺ എടുക്കാം. അപ്പോൾ അതായിരിക്കും നല്ലത്. സാപ്ലിങ് വേണോ? സാപ്ലിങ് വേണ്ടെന്നേ ഞാൻ പറയും. അക്കേഷ്യ വുഡും കൂടെ എടുത്തേക്കാം, സാൽമണും. എന്നിട്ട് നമ്മൾ ഇതെടുക്കും, ഇതും എടുക്കും. ഇനി ആദ്യം നമുക്ക് അടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. പറയാൻ പറ്റൂല. എനിക്ക് ടൈഗയിലെ വില്ലേജസ് വളരെ ഇഷ്ടമാണ്. പക്ഷെ അടുത്ത വില്ലേജൊന്നും ഇല്ലെന്നാണ് തോന്നണത്. നമ്മുടെ ഭാഗ്യം വച്ചിരിക്കും. വില്ലേജ് ഇല്ലെങ്കിൽ ഇല്ല. എന്ത് ചെയ്യാൻ, നമ്മുടെ ഭാഗ്യമായിപ്പോയി. ഇവിടെ അടുത്ത് ഒറ്റ ഒരു വില്ലേജ് ഉള്ളൂല്ലേ. മരത്തിൻ്റെ മുകളിൽ കയറി എന്ന് അറിയാൻ പറ്റുമായിരിക്കുമല്ലേ. എന്തായാലും നമുക്ക് സ്റ്റോൺ എടുക്കാൻ പോവാം. ഡയറക്റ്റ് എൻ്റെ കണ്ണിൽ എന്തോ പോയി. അമ്മേ ഓക്കെ. ഇത്രയും ലാഗാടേ, എന്താണ് ഇതൊന്നും കളക്ട് ഇപ്പം കളക്റ്റായി. എന്നെ നെറ്റ് അപ്ഗ്രേഡ് ചെയ്യണം. കോൾ. നല്ല സ്ഥലത്ത് നമ്മൾ ഡിഗ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല ഐശ്വര്യമുള്ള സ്ഥലം. കോളൊക്കെ കിട്ടി ഗൈസ്, കോളൊക്കെ കിട്ടി. പോയി എത്ര കുറച്ചും കൂടെ മൈനിയല്ലേ. എന്നിട്ട് കോൾ എടുത്തിട്ട് വില്ലേജ് എല്ലാം ഉണ്ടാകുന്നത് അപ്പം. കാരണം ഞാനൊരു വീഡിയോയിൽ കണ്ട സീഡാണ് ടൈപ്പ് ചെയ്തത്. വില്ലേജ് കിട്ടണമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ വില്ലേജ് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആ സീഡിൻ്റെ ഏറ്റവും അറ്റത്ത് 1818 ആഡ് ചെയ്തു, വെറുതെ എൻ്റെ പേരിലുള്ളതുകൊണ്ട്. ഇനി അത് കാരണം വില്ലേജ് വല്ലതും കിട്ടൂലേ എന്തോ നോക്കാം. ഒരു വില്ലേജ് കിട്ടിയാൽ നമ്മുടെ ലൈഫ് ജിങ്കാലല്ല. ഇത് വെച്ച് വുഡ് ഉണ്ടാക്കാം, അല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ. കിട്ടി. സ്റ്റിക്ക്, പിക്കാക്സ്, സോർഡ്. ഇപ്പോഴത്തേക്ക് വുഡൻ ആക്സൊക്കെ മതി, പിന്നെ അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഗോൾഡ് ടൂൾസ് ശരിക്കും യൂസ്ലെസ് ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം അതിന് ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ്. ഡ്യൂറബിലിറ്റി ഇല്ല, ഒന്നുമില്ല അതിന്. അത് നല്ല യൂസ്ലെസ് ആണെന്ന് ഞാൻ പറയും. നല്ല പൊട്ട സീഡല്ലല്ലോ, പൊട്ട സാധനം. ടൂൾ. പക്ഷേ എൻചാൻമെൻ്റ് ഉണ്ടെങ്കിലും അതിന് അത്യാവശ്യം സ്പീഡുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ക്യാമൻ്റെ എന്തോ ഒരു വീഡിയോയിൽ അവൻ എന്തോ പറയും അതിനെപ്പറ്റി. പക്ഷേ ഏറ്റവും നമുക്കൊരാളെ ഗോൾഡ് വെച്ച് പ്രാങ്ക് ചെയ്യാൻ പോലും പറ്റൂല. ഇപ്പോൾ ഒരാൾക്ക് കേഴ്സ് ഓഫ് വാനിഷിങ്ങിൻ്റെ ഗോൾഡ് ചെസ്റ്റ് പ്ലേറ്റ് കൊടുത്താലും അയാൾക്കൊരു 2-3 അടി എടുത്താൽ മതി, ആ സാധനം അങ്ങ് പൊട്ടിക്കോളും. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് ഞാൻ പറയൂല. കാരണം അതിന് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനമില്ല, അത് പൊട്ട സാധനമാണ്. നമുക്ക് വില്ലേജ് തപ്പാം. ഇവിടെ ഉണ്ടായിരിക്കണേ പ്ലീസ് അടുത്ത്. ഷീപ്പേ, എന്തൊക്കെ ഉണ്ടറാ വിശേഷം? സുഖം തന്നെ? എന്നാൽ ചത്തോ? സുഖമൊന്നും അറിയണ്ട എനിക്ക്.
പഴയ വേൾഡ് പോയാൽ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. നമുക്ക് കുറേ അയൺ ഉണ്ടായിരുന്നു അതിൽ. എന്തോ 27 അയൺ എന്തോ പഴയ വീഡിയോ എടുത്ത് നോക്കി അറിയാം. എന്തായാലും പുതിയ വേൾഡ് തുടങ്ങി, ഒരു സ്റ്റാർട്ട്. നമുക്കൊരു പുതിയ സ്റ്റാർട്ട്, ഫ്രഷ് സ്റ്റാർട്ട്. നോക്കാം ഇതിലെന്താവുന്നു. പക്ഷെ നല്ല ലാഗ്. ഇവിടെ കുറേ അസേലിയ ട്രീസ് ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ. നല്ല ഹൈറ്റുള്ളൊരു മരം. ഈ വുഡ് അങ്ങ് എടുക്കല്ലേ. അല്ല, ഇത് നേരെ അടിയിൽ പോയാൽ ലഷ്കേവ് അല്ലേ? വെറുതെ അല്ല രണ്ടെണ്ണം അടുത്തടുത്ത്. ഇതിനടിയിൽ ലഷ്കേവ് വേണം. ഇപ്പം ഞാൻ നേരെ അടിയിൽ പോവും കുറച്ച് നേരം കഴിഞ്ഞാൽ. ആ സ്ഥലം ഓർത്ത് വെച്ചാൽ പോരെ. ഇവിടെ ഉണ്ട് കുറേ സാധനം. പംകിൻ. നല്ല വലിയ മരം. ആ മരത്തിൻ്റെ മുകളിൽ പോയി നോക്കാം. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതിനുള്ള വുഡ് വേണം. ഓക്കെ ഗൈസ്, ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ. മെസ്സി ഓർ റൊണാൾഡോ? ഐ ബേസിക്കലി പ്രിഫർ മെസ്സി, കാരണം എൻ്റെ ഐഡലാണ്. നിങ്ങളുടെ ഐഡൽ റൊണാൾഡോ ആയിരിക്കാം, ആരായിരിക്കാം. പക്ഷേ എനിക്ക് മെസ്സിനെയാണ് ഇഷ്ടം. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ബട്ട് nobody can replace them. They both are the gods of football. ഇപ്പോൾ തന്നെ റൊണാൾഡോ 40 വയസ്സായിട്ടും എന്ത് കളിയാണ് എൻ്റെ അമ്മേ. അങ്ങേർക്കൊരു പ്രൈസ് കൊടുക്കണം. അങ്ങേർക്ക് നല്ല കളിയാണ് റൊണാൾഡോ ഇപ്പോഴും. ഞാൻ കാണാറൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ എനിക്കൊരങ്ങനെ കളിക്കണമെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ, നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കും. മോളിൽ പോകാം പ്ലീസ്. അടുത്തൊരു വില്ലേജാണ്. വില്ലേജ് ഉണ്ടെങ്കിൽ പകുതി സാധനവും പോകും. ഫുഡ്, ഒരു ഷെൽട്ടർ, എല്ലാം പ്രോബ്ലവും പോവും. ഹയ്യ എന്തെങ്കിലും. അതോ ഗൈസ്, വിള്ളാച്ച് എനിക്കറിയായിരുന്നു. അവിടെ ഒരു അസേലിയ ട്രീ. ഇവിടെ ഇതിനടി ഫുൾ ലഷ്കേവാണെന്ന് അർത്ഥതോ. അപ്പം നമുക്ക് മൈൻ ചെയ്യാനൊരു സ്ഥലം കിട്ടി. നല്ല കേവിൻ്റെ എൻട്രൻസ് ആണെന്ന് തോന്നണത്. അവിടെ കൂടെ പോയാൽ മതി. നല്ല അടിപൊളി സ്പോണാണല്ലോ. എന്തായാലും നമുക്ക് വില്ലേജിലോട്ട് പോകാം. അവിടെ പോയി ബ്ലാക്ക് സ്മിത്ത്. ഞാൻ എല്ലാ വീട്ടിലും കയറി. ഈ വില്ലേജിൽ അയൺ കോളമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഫുഡ് കിട്ടും, സ്വീറ്റ് ബെറീസ്. അതും ഒരു ഹാപ്പി ന്യൂസാണ്. സ്വീറ്റ് ബെറീസ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ലഷ്കേവിൽ പോയി കുറച്ച് അയൺ മൈൻഡ് മോളിൽ വന്നിട്ട് ബാക്കി ഇനി മൈനിങ് പോകാം. അടുത്ത വീഡിയോയിൽ എന്തായാലും ഫുഡ് എടുക്കണം. ഈ വീഡിയോയിൽ രാത്രി ആവുന്ന കാണില്ല, കാരണം ഈ ഫുഡ് പറ്റില്ല. ഐ ആം സോറി ബാബ. വില്ലേജ് കണ്ടതാ, കേവിൻ എൻട്രൻസ്. ലാസ്റ്റ് കേവ്. ഐ ആം ജസ്റ്റ് ടു ബ്രില്യൻറ്റ്. എന്ത് ചെയ്യാൻ ബ്രില്യൻ്റ് ആയിപ്പോയി ഞാൻ. വളരെ അധികം ബ്രില്യൻറ്റ്. എനിക്ക് ഡാമേജ് എടുത്തു. എൻ്റെ ജീവൻ പോയി. മോളിൽ കയറി ഡാമേജ് കൊടുത്തോണ്ടിരിക്കുക. ഫുഡൊന്നുമില്ല, ഇങ്ങനെ ഡാമേജ് എടുക്കാൻ. എൻ്റെ ഡേർട്ട് അവിടെ അതാ. ഓക്കെ, അപ്പം നമ്മൾ ഒഫീഷ്യലി വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ? ടൈഗയിലെ ബ്ലാക്ക് സ്മിത്ത് എങ്ങനെയാണ് ഇരിക്കണേന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ. ഹായ് പർപ്പിൾ ബ്ലഡ്. ഇവിടെ കിടക്കണമെന്ന് ഇനി ഉറങ്ങണ്ട, അത്രേ ഉള്ളൂ. ഏതാ നമ്മൾ സീൻ? ഐ ആം റൈഡിങ് ദിസ് വില്ലേജ്. ഈ വീടിൻ്റെ ഡോർ അവിടെ. ഇവിടെ ഈ വീട്ടിലും നല്ല ഒന്നുമില്ല. 2 ഡോറൊക്കെ ഉണ്ടല്ലോ. നല്ല സെറ്റപ്പ് വീടാണ്. സ്മോക്കർ, വെരി നൈസ്. സ്മോക്കർ കിട്ടി. ഈ വീട് ഫുൾ അല്ല, ഈ വില്ലേജ് ഫുൾ അരിച്ച് പറക്കിയിട്ട് ഞാൻ പോകും.
ഈ വീട് ഞാൻ നോക്കിയില്ല. അല്ല ചേട്ടാ, രണ്ട് ഡോറുള്ള വീടല്ലേ? ഹായ്, ബ്ലൂ ബെഡ്. എനിക്ക് ബ്ലൂ ബെഡ് മതി ചേട്ടാ. വയലറ്റ് ബെഡ് എടുത്തു ചേട്ടാ. എനിക്ക് വേണ്ട ചേട്ടാ. ഓക്കെ ഗൈസ്, രാത്രി ആവാറായി. നമ്മൾ രാവിലെ എണീറ്റാൽ എന്തോന്നു അത് വില്ലേജർ അടുത്തുള്ളപ്പോഴല്ലേ. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ബ്ലൂ ബെഡ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിലോ ആയി ഒരു ചെസ്റ്റ്, ബ്രെഡ്. ലാർജ് ഫോണല്ലേ ഇത്? ഗൈസ്, നമുക്കൊരു റയറസ്റ്റ് ഡ്രോപ്പ് കിട്ടി ഗൈസ്. ക്യാമാൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് റയറസ്റ്റ് ഡ്രോപ്പ് കിട്ടി ഗൈസ്. ഓ മൈ ഗോഡ്, ഐ ആം സോ എക്സൈറ്റഡ്. ഫുഡായി. ഫുഡില്ല. പിന്നെ അടുത്ത ലാർജ് ഫോൺ. എൻ്റെ അമ്മ, ലാർജ് ഫോൺ ഇത്രയും കോമണാ? എൻ്റെ ഓർമ്മയിൽ ക്യാമൻ പറഞ്ഞിട്ടുണ്ട് ലാർജ് ഫോൺ നല്ല റെയറാണെന്ന് ഡ്രോപ്പ് ചെയ്യാൻ. ഓക്കെ, നല്ല രാത്രി. കിടന്നുറങ്ങിയില്ലെങ്കിൽ ചത്തെടുക്കും. ഉറങ്ങടേ. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ ഒഫീഷ്യലി ഒരു ദിവസം സർവൈവ് ചെയ്തു. ഹലോ ഗൈസ്, എന്നാ കൊണ്ട് വിശേഷം? വില്ലേജർ അടുത്ത ഉറക്കം കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇറങ്ങി ഓർഡർ ചെയ്യണമല്ലോ. ഇതാ ഈ വീട്ടിലും ജസ്റ്റ് ഉണ്ട്, തുറന്നു നോക്കാം. എൻ്റെ അമ്മേ, കുറേ ബ്രെഡാണല്ലോ. ഓക്കെ, എല്ലാം എടുത്തോ. നമുക്ക് ഫുഡുണ്ട് അപ്പം അത്യാവശ്യം. അതൊരു നല്ലതാണ്. അല്ല, അത് നല്ലതാണ്. അതൊരു നല്ലതാണ്. എൻ്റെ അമ്മി ഡാമേജ്. കഴിക്കട പട്ടി. അയ്യോ ഷിറ്റ്. ബ്രോ, വൈ ഡു ഐ കീപ് സ്വെയറിങ്? ഈ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നണം. എടാ, ഈ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ഒന്നും ഇല്ലേ? ഞാൻ ഇനി ഡോറൊക്കെ തുറന്നിട്ടിട്ടേ പോവും. ഞാൻ ഇനി കയറിയ വീടുകളിൽ ഡോറൊക്കെ തുറന്നിട്ടിട്ട്. ഇതാരാ അടച്ചത്? ആ വീട്ടിൽ കയറി, ഈ വീട്ടിൽ കയറി, ഇവിടെ കയറിയിട്ടുണ്ടോ? അറിഞ്ഞൂടാ, നോക്കട്ടെ. ഇവിടെ കയറി. അപ്പോൾ ഡോർ തുറന്നിടാം. ഇല്ല, ഇവിടെ കയറിയിട്ടില്ല ഞാൻ. ഇല്ല, ഇവിടെ തന്നെ കയറിയത്. ഇതിനകത്തും തോന്നുന്നു. വാട്ട് ഈസ് ദെയർ? നത്തിങ്. ഓ മൈ ഗോഡ്. ഇവിടെ രണ്ടിടത്തും കയറി. ആ വീട്ടിൽ കയറി, ഇവിടെ കയറി. ഡോർ തുറന്നിട്ടോ? ഇവിടെ കയറിയിട്ടില്ല. കുറേ വീട്ടിലൊക്കെ 2 ഡോറാണല്ലേ. ഒരെണ്ണം അടച്ചിരിക്കട്ടെ. ഇതൊന്നും യവൻ ഇത്ര അടി കൊണ്ടുവച്ചിരിക്കണ വീട്. ഡിപ്രഷനാണെന്ന് തോന്നുന്നു. മുകളിലൊക്കെ പോകാൻ പറ്റില്ലോ. വാവ്, കുറേ ബുക്ക് സെൽഫ്. 2-3 എടുക്കാം. 3 മതി. ബാക്കി 3 ചേട്ടേ വച്ചോട്ട്. പോയി. ഈ വീട്ടിൽ കയറി നമ്മൾ. ഇനി ഈ വീട് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഡോർ അടയ്ക്കാം. അടയ്ക്കട്ടെ. എടോ ഒന്ന് പോടോ. ഒന്ന് പുറത്തോടോ. പുറത്തു പറഞ്ഞൂടെ? ഈ ഡോർ മാരിയേക്ക് പൊട്ടിച്ചളഞ്ഞോ? ഹായ് ബാരൽ. ഒന്നുമില്ല അതിനകത്താ. ഒന്നുമില്ല. ബ്രോ, നത്തിങ്. സ്കെലിട്ടൻ എന്താണ് ഇവിടെ സ്പോണാവുന്നത്? എന്തിരി? എനിക്ക് അത്യാവശ്യം ലാഗ് അടിക്കണുണ്ട്. നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഞാൻ പറയൂ ഗൈസ്. നമ്മൾ വില്ലേജിൽ എല്ലാ വീട്ടിലൊന്നും പോയിട്ടില്ല. ലീ വീടിലൊന്നും പോയിട്ടില്ല. ലീ വീട് എന്താണ് വില്ലേജർ പെട്ടെന്ന് ഓടുന്നത്? ഈ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഡോർ തുറന്നിടാം.
ബ്രിട്ടീഷുകാർ ഞാൻ എല്ലാ വീട്ടിലും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വീട്ടിലും പോയി. ഡോറടച്ചോ. ഇതിലും പോയിട്ടുണ്ടാ? ഇവിടെയും പോയി. ഇവിടെ നിന്നാണ് ഞാൻ ബെഡ് എടുത്തത്. സോ ഞാൻ എല്ലാ വീട്ടിലും കയറി. ഒരെണ്ണത്തിൽ നേരെ ഒരു ഇതില്ല. ഓക്കെ, ഒന്ന് അടിയടേ. എൻ്റെ അമ്മേ 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 അമ്മ അമ്മ ഓട്. കയറ് കയറ്. വാ, എന്ത് വരണില്ലേ? ഒന്ന് വാടോ. ട്രാപ്പാണോ? 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 ആണ്. അയ്യോ, ചത്തു. ബുദ്ധിയുള്ള എൻകോള പാട്ടി എന്നെ ഇനിയിട്ട് ഓട്ടിക്കും. ക്ലൈംബ് 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 ക്ലൈംബ്. എൻ്റെ അമ്മേ, ചത്തില്ല. ഒന്ന് അടുത്തോട്ടാണോ പട്ടി? ഇതെന്താ അടുത്ത് വരാത്തത്? എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കുമല്ലേ? അതെന്ത് സ്റ്റക്കായ? ബ്രോ ഗോട്ട് ഫ്രോസൻ. ആ ആ ആ ആ ആ ആ ആ അടി 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 അടേ. ഒന്ന് ചാവടേ അകത്ത്. എൻ്റെ അമ്മേ. ഓക്കെ ഗൈസ്, ഞാൻ വീഡിയോ ഇവിടത്തോടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ അയൺ കൊണ്ട് ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും. ഈ വേൾഡിൽ ന്യൂ വേൾഡ്, ഇൻ ദിസ് ന്യൂ വേൾഡ് പുതിയൊരു ലോകം ഇളം തണ്ടിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ സ്വീറ്റ് ബെറി ഒക്കെ എടുക്കുമോ? സ്വീറ്റ് ബെറീസ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മൈനിങ്ങിന് പോകുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ലേറ്റർ.